ഹായ് ഗൈസ്, എല്ലാവർക്കും ഫിലിം ഫോക്കസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മലയാള സിനിമയിലെ കോയിൻസിഡൻസുകളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. മലയാള സിനിമയിൽ നായകൻ വെള്ളത്തിൽ നിന്നും മുങ്ങിപ്പൊങ്ങിയാൽ എന്ത് സംഭവിക്കും? റിസൾട്ട് പടം മെഗാ ഹിറ്റാകും. ഉദാഹരണം മോഹൻലാലിൻ്റെ നരസിംഹം. മോഹൻലാലിൻ്റെ ടിൽ ഡേറ്റ് ബെസ്റ്റ് എൻട്രിയിൽ ഒന്നായ നരസിംഹത്തിൽ പുള്ളി വെള്ളത്തിൽ നിന്നും എഴുന്നേറ്റ് വരുന്നതോടുകൂടിയാണ് ക്യാരക്ടറിൻ്റെ ഇൻട്രൊഡക്ഷൻ. 2 കോടി മുടക്കിയെടുത്ത സിനിമ 20 കോടിക്ക് മേലെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനു പുറമെ ധ്രുവം എന്ന സിനിമയിൽ നരസിംഹം മന്നാടിയാരുടെ ഇൻട്രോ സീനിൽ മമ്മൂട്ടി വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നതായി നമുക്ക് കാണാം. ഈ സിനിമയിൽ ഒരു വമ്പൻ ഹിറ്റായിരുന്നു. ഇതിനു പുറമെ മൃഗയ എന്ന സിനിമയിലും മമ്മൂട്ടിയുടെ ഇൻട്രോ സീനിൽ വെള്ളത്തിൽ നിന്നും എഴുന്നേറ്റ് വരുന്നതായിട്ടാണ്. ഇതിവിടം കൊണ്ടൊന്നും തീരുന്നില്ല. ദിലീപിൻ്റെ 2 സിനിമകളിൽ ദിലീപിൻ്റെ ഇൻട്രോ വെള്ളത്തിൽ നിന്നും എഴുന്നേറ്റ് വരുന്നതായിട്ടാണ്. അതിൽ ആദ്യത്തേത് കുഞ്ഞിക്കൂനനിലെ കൂനനായ ദിലീപിൻ്റെ ക്യാരക്ടർ വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇതിനു പുറമെ തിളക്കത്തിൽ ആലുവ പുഴയിൽ നിന്നും എഴുന്നേറ്റ് വരുന്നതായിട്ടാണ് ദിലീപിൻ്റെ ഫസ്റ്റ് സീൻ. 2 സിനിമകളും സൂപ്പർ ഹിറ്റുകളായിരുന്നു. മഹേഷിൻ്റെ പ്രതികാരം എന്ന ഐക്കോണിക് ചിത്രത്തിലും ഫഹദ് ഫാസിലിൻ്റെ ഇൻട്രൊഡക്ഷൻ വെള്ളത്തിൽ നിന്ന് തന്നെയായിരുന്നു. മുണ്ടു പറിച്ചാൽ പടം സൂപ്പർ ഹിറ്റ്. ആദ്യത്തെ സിനിമ തിളക്കം. ഈ സിനിമയിൽ നായക കഥാപാത്രം നാട്ടുകാരുടെ എല്ലാം മുണ്ടു പറിക്കുന്നതായി നമുക്ക് കാണാം. പടമാണെങ്കിൽ സൂപ്പർ ഹിറ്റും. ഇനി മുണ്ടു പറിച്ചടി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലേക്ക് ഓടി വരുന്ന മറ്റൊരു ക്യാരക്ടറുണ്ട്. അതായത് നമ്മുടെ ആട് തോമ സ്ഫടികത്തിലെ. അന്ന് 1 കോടി രൂപ ചിലവാക്കിയെടുത്ത സിനിമ 10 കോടിയിലധികം കളക്ഷൻ നേടിയിരുന്നു. വീണ്ടും മോഹൻലാലിൻ്റെ ജനചിത്രമായ യോധയിൽ കാവിലെ പാട്ട് മത്സരത്തിൻ്റെ ഇടയിൽ ജഗതിയുടെ മുണ്ട് പറിക്കുന്നതായി നമുക്ക് കാണാം. ഈ പടവും വലിയൊരു ഹിറ്റായിരുന്നു. ഇതിൻ്റെ തന്നെ മറ്റൊരു പടമായ പാണ്ടിപ്പടയിൽ ക്ലൈമാക്സിൽ പ്രകാശ് രാജിൻ്റെ മുണ്ട് പറിക്കുന്നതായി നമുക്ക് കാണാം. സോ ഇൻ ടോട്ടാലിറ്റി മുണ്ട് പറിച്ച പടം സൂപ്പർ ഹിറ്റ്. മെയിൻ നടി തമിഴ് ക്യാരക്ടർ അല്ലെങ്കിൽ തമിഴ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണെങ്കിൽ സിനിമ സൂപ്പർ ഹിറ്റായിരിക്കും. 1989 സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത സിനിമയായ മഴവിൽ കാവടിയിൽ ഉർവശി തമിഴ് പെൺകുട്ടിയായിട്ടാണ് അഭിനയിച്ചത്. ഇതിലെ തന്നെ ജയറാം നായകനായ മറ്റൊരു സിനിമയായിരുന്നു 1993 പുറത്തു വന്ന മേലെ പറമ്പിൽ ആൺവീട്. ഇതിലെ നായികയായ ശോഭന അവതരിപ്പിച്ച പവിഴം എന്ന ക്യാരക്ടറും ഒരു തമിഴ് പെൺകുട്ടിയായിരുന്നു. മറ്റൊരു ഉദാഹരണമാണ് പ്രേമത്തിലെ മലർ. മലർ മിസ് ഒരു തമിഴ് പെൺകുട്ടിയായിരുന്നു. പടവും ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററായിരുന്നു. അൽജോസിൻ്റെ സംവിധാനത്തിൽ വന്ന ഡയമണ്ട് നെക്ലസിലെ ഒരു നായികയായ ഗൗതമി നായർ അവതരിപ്പിച്ച ലക്ഷ്മി എന്ന ക്യാരക്ടറും ഒരു തമിഴ് പെൺകുട്ടിയായിരുന്നു. ലീ മേനോൻ്റെ സംവിധാനത്തിൽ വന്ന മഞ്ചാടിക്കുരു എന്ന സിനിമയിൽ പത്മപ്രിയ അവതരിപ്പിച്ച ക്യാരക്ടറും ഒരു തമിഴ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ പഴയ വീഡിയോസ് എല്ലാം കാണാൻ ശ്രമിക്കുക. താങ്ക് യു.